ഓരോ സ്ഥലത്ത് ഓരോരോ കാര്യങ്ങളല്ലേ. അതെ, നമ്മുടെ തൃശ്ശൂർ പൊതുവേ കണ്ടുവരുന്നൊരു കാര്യമുണ്ട്, മയിൽ. നമ്മൾ എവിടെ നോക്കിയാലും നമുക്കിവിടെ മയിലിനെ കാണാൻ പറ്റും. ഇതെനിക്ക് തോന്നുന്നത് ആൺമയിലാണെന്നുണ്ട്. നല്ലപോലെ പീലിയൊക്കെ ഉണ്ട്. ഞാൻ ഒന്ന് വിടർത്തി കാണാൻ വേണ്ടി നോക്കിയിരുന്നു, പക്ഷേ കാണാൻ പറ്റിയില്ല. ഞാൻ രാവിലെ അമ്പലത്തിലൊന്നും പോയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂണി എവിടെയെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയും പോയിട്ടില്ല, ആൾ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ റൂണി വെയിലത്ത് ഇങ്ങനെ വെയിൽ കൊള്ളാൻ അങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ എനിക്ക് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടെന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇത് നമ്മുടെ അപ്പൂപ്പൻ താടിയാണ്. അതെ, ഇത് നമ്മുടെ അപ്പൂപ്പൻ തന്നെയാണ്. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കാണുന്നത് തന്നെ. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ അപ്പൂപ്പൻ താടി വന്നെ കണ്ടിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം കായിൽ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ അതും പറത്തി കളിച്ച് കുറച്ച് നേരം സമയം കളഞ്ഞിട്ടുണ്ടായി. പിന്നെ ഞാൻ ഭയങ്കര ചൂടല്ലായിരുന്നു, കടയിലൊന്ന് പോയിട്ടൊരു തണ്ണിമത്തം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് തുറന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്തൊരു ചുമപ്പായിരുന്നു അതിനകത്ത്. അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ തണ്ണിമത്തനെ കഴിച്ചിരുന്നപ്പോഴത്തേക്ക് ഓർത്ത് റൂണിക്ക് ഫുഡ് കൊടുക്കാറായിട്ടുണ്ട്. അപ്പോൾ റൂണിക്ക് ഉച്ചയ്ക്കും വൈകിട്ടാണ് ഫുഡ് കൊടുക്കാറ്. അപ്പം റൂണിക്ക് ചിക്കനും ചോറും, അതുപോലെ ചിക്കനും ചോറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പൊതുവെ ചവിട്ടിയിലൊക്കെ ഇട്ടിട്ടാണ് കഴിക്കാറ്. അങ്ങനെ ഫുഡ് കഴിച്ചാൽ ഞങ്ങൾ അവസാനം ചെയ്യുന്ന കാര്യം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വെള്ളം കുടിച്ചാൽ ഞങ്ങൾ പിന്നെ വേറൊന്നും കഴിക്കാറില്ല. പിന്നെ ഞാൻ നേരെ ടെറസിലേക്ക് നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പൊക്കോളൂ കേട്ടോ. ടാറ്റാ.